പടം തിയേറ്ററിൽ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ക്രൂ മെമ്പേഴ്സിൻ്റെ ഒപ്പം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി. പിന്നെ അതുപോലെ പ്രമുഖ ചാനലിൽ അധികം ആൾക്കാർ ഇരുത്തൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ അവർ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിവായതാണത്. അത് നമ്മൾ 1.5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യണല്ലേ, അപ്പോൾ അതിന് കിട്ടിയ കൂലിയാണെന്ന് വിചാരിച്ചായി. ഓക്കെ, താങ്ക് യു. എല്ലാവരും പടം കാണണം. നമ്മുടെ സിനിമ കാണുക എന്നുള്ളത് എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷെ ഇതൊരു വേറെ ഹൊറർ ആയതുകൊണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, പടം കണ്ടില്ലേ നിങ്ങള്? എല്ലാവരും എത്തിക്ക്, ബാക്കി ആൾക്കാരോടൊക്കെ ചോദിക്കും. അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എൻ്റെ അഭിപ്രായം പറയൂ. നിങ്ങളൊക്കെ തന്നെയല്ലേ പറയണ്ടേ? എല്ലാവരും പടം കാണണം. വലിയ പടങ്ങളുടെ കൂടെ നമ്മുടെ ചെറിയ പടം കൂടി റിലീസാണ്. അപ്പോൾ നിങ്ങൾ കണ്ട അഭിപ്രായം പറയുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. എല്ലാം നന്നായിട്ട് വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ ബ്രോ, ഫാമിലി ത്രില്ലർ ഹൊറർ എല്ലാം കൂടി ചേർന്നൊരു മൂവിയാണ്. യെസ്, പ്ലീസ് കം ആൻഡ് വാച്ച് ദ മൂവി. നല്ല മൂവിയാണ്, ഞങ്ങളുടെ മൂവി ആയിട്ട് പറയല്ല, കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ്. കിച്ചു ചേട്ടൻ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. പേടിയാവുന്നുണ്ട്. പ്രേക്ഷകരോട് ചോദിക്കൂ. നല്ലോണം അടിപൊളി. കുഴപ്പമൊന്നും പ്രേക്ഷകരല്ലേ പറയണ്ടത്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന രീതിയിൽ എങ്ങനെയുണ്ടായി ആ സിനിമ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്. പേടിപ്പിക്കാനുള്ള ഒരു സാധനങ്ങളൊക്കെ എഴുതി വെച്ച സാധനം സ്ക്രീനിൽ ആ ഒരു ഫീൽ കിട്ടിയായിരുന്നു. അത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യലി അത്രയ്ക്ക് വലിയൊരു പടമല്ലല്ലോ, അപ്പം അതിൻ്റെതായ പരിമിതികൾ വെച്ചിട്ട് ചെയ്തൊരു പടമാണ്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ചെറിയൊരു പടമാണ്, അത്ര വലിയ ക്യാൻവാസിങ്ങുള്ള പടമല്ല. ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് അത് ആൾക്കാരിൽ എത്തിച്ച് തിയേറ്ററിൽ എത്തിച്ച് അത്ര തന്നെ. കുഴപ്പമില്ല, നല്ല പടം. പേടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ, പെട്ടെന്ന് ഞെട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം. ചെറിയൊരു കൂട്ടായ്മയാണ്, ഇത് വിജയിപ്പിക്കണം. തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും സിനിമ കാണുന്നത്. നല്ല മൂവിയാണ്, നല്ല ഡയറക്ഷൻ. പിന്നെ പോലീസുകാർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തു. പേടിപ്പെടുത്താനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇത് എന്താവും എന്നുള്ളത്. നല്ലതായിരുന്നു, നല്ല മൂവിയായിരുന്നു. നല്ലതായിരുന്നു, കുഴപ്പമില്ല. പേടിച്ചോ? പേടിച്ചൊന്നുമില്ല, നല്ല സിനിമയാണ്. സിനിമയെ കുറിച്ച് നിങ്ങളല്ല പറയണ്ട അല്ലേ, നമ്മളല്ല. അങ്ങനെ ന്യൂസൊക്കെ വന്നിട്ടുണ്ടല്ലേ, ആ സമയത്ത് ഞാൻ ഉണ്ടായില്ലെന്ന് തോന്നുന്നു, അതായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ പ്രമുഖ ചാനലിൽ അധികം ആൾക്കാർ ഇരുത്തൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ അവർ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിവായതാണത്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാരണം ഫെയിമുള്ള വയസ്സിന് മാത്രമേ എടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ റീച്ചും കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. പിന്നെ നമുക്കൊരു നമ്മുടെ സിനിമയല്ല, അതുകൊണ്ട് നമ്മൾ മാറിക്കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട? പടം തിയേറ്ററിൽ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ക്രൂ മെമ്പേഴ്സിൻ്റെ ഒപ്പം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി. കാരണം അവരുടേതായ സമയത്തിലാണ് നമ്മുടെ പേര് ഇട്ടേക്കണം, അതിൽ ഞാൻ ഹാപ്പിയാണ്. അതെ അതെ അതെ, നമ്മൾ സുമതി വളവ് കണ്ടിട്ടില്ല, കാരണം അത് കാണണം. കാരണം സുമതി വളവ് ഒറിജിനൽ സംഭവമല്ല. പിന്നെ അഭിലാഷേട്ടൻ നല്ലൊരു എഴുത്തുകാരനാണ്, അതേതായാലും അടുത്തത് നമുക്കത് പോയി കാണുകയും ചെയ്യണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അഭിലാഷേട്ടൻ ടീം. അതുപോലെ നമ്മുടെ ചെറിയ പടങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ സഹകരിക്കണം എല്ലാവരും കൂടി. അത് നമ്മൾ 1.5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യണല്ലേ, അപ്പോൾ അതിന് കിട്ടിയ കൂലിയാണെന്ന് വിചാരിച്ചായി. അപ്പോൾ നമ്മൾ അങ്ങടൊക്കെ ഉണ്ടാവും, അതൊന്നും തുറന്നു പറയാൻ പറ്റൂല അതല്ലേ.
ഗായത്രി ഉള്ള ജോബ് ഗായത്രി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചുവിൻ്റെ ഭാഗത്താണ് ചെയ്യുന്നത്. പിന്നെ പിള്ളേരാണെങ്കിൽ തന്നെ അടിപൊളിയായിരുന്നു. നല്ല 2 ബേബി ആർട്ടിസ്റ്റ് ആണെങ്കിൽ തന്നെ സൂപ്പറായിട്ട് ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറയില്ല അവരൊന്നും. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഹാപ്പിയാണ് അവരുടെ അഭിനയത്തിലൊക്കെ ഹാപ്പിയാണ്. പിന്നെ മ്യൂസിക് ലെവലല്ലേ അടിപൊളിയായിട്ടുണ്ട്. ഇവരോട് ഞാൻ സംസാരിച്ചു.